രാഹുലും മോദിയും നേർക്കുനേർ. ലോക്സഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. രാഹുൽ ഭരണകക്ഷിക്കെതിരെ ആഞ്ഞടിച്ചു. ബി.ജെ.പിക്കെതിരെ രാഹുൽ ഗാന്ധി വിദ്വേഷം പടർത്താനുള്ളതല്ല ഹിന്ദുമതം. ഇടപെട്ട മോദി. അമിത്ഷാ രാഹുൽ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു. ഭയവും വിദ്വേഷവും കള്ളവും പ്രചരിപ്പിക്കാനുള്ളതല്ല ഹിന്ദുമതമെന്ന് പറഞ്ഞ രാഹുൽ RSSും ബി.ജെ.പിയും എല്ലാം ഹിന്ദുക്കളെയും പ്രതികരിക്കുന്നതില്ലെന്നും വ്യക്തമാക്കി. ഹിന്ദു എന്ന് അവകാശപ്പെടുന്നവർ തന്നെ അക്രമങ്ങളെക്കുറിച്ചും വെറുപ്പിനെക്കുറിച്ചും അസത്യത്തെക്കുറിച്ചും സംസാരിക്കുന്നുവെന്ന് രാഹുൽ ആരോപിച്ചു. ഹിന്ദുമതം അക്രമരാഹിത്യത്തെക്കുറിച്ചും സത്യത്തോടൊപ്പവും നിൽക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ പ്രധാനമന്ത്രി മോദി വിഷയത്തിൽ ഇടപെട്ടു. ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തുന്നതാണ് പരാമർശമെന്ന് അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാപ്പ് പറയണമെന്ന് അമിത്ഷായും പറഞ്ഞു. 10 വർഷത്തെ മോദി ഭരണത്തിൽ കാണാത്ത വിധത്തിലാണ് പ്രതിപക്ഷം ആഞ്ഞടിച്ചത്. പപ്പു എന്ന് വിളിച്ച് അധിക്ഷേപിച്ച രാഹുൽ ഗാന്ധിയാണ് ഭരണത്തിനെതിരെയും മോദിക്കെതിരെയും ആഞ്ഞടിച്ചത്. രാഹുൽ ഗാന്ധി ശക്തമായി പ്രതികരിച്ചത് പാർലമെന്റിനെ ഇളക്കി മറിച്ചു എന്ന് വേണം കരുതാൻ. രാഹുലിന്റെ പ്രസംഗം കഴിഞ്ഞതും പ്രധാനമന്ത്രി സഭ വിട്ട് ഇറങ്ങിപ്പോയി. "164 വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് ഗുഡ് ബൈ. CRPCക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതവും ഇന്ന് തൊട്ട് നടപ്പിലാകുന്നു. അർദ്ധരാത്രി തൊട്ട് രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ്. 164 വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം IPC അടക്കമുള്ള 3 നിയമങ്ങൾ ഇതോടെ ചരിത്രമായി. IPCക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയമവും BSA നിലവിൽ വന്നു. പേരുകൾ സംസ്കൃതത്തിലാകുന്നതോടൊപ്പം അവയിലെ വിവിധ വ്യവസ്ഥകളിലും മാറ്റം വന്നു. എന്നാൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിലെ നടപടികൾ നിലവിലെ വ്യവസ്ഥയനുസരിച്ച് തുടരും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 12-നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നിയമത്തിന്റെ കരട് അവതരിപ്പിച്ചത്. അപാകതകൾ പരിഹരിച്ച് ഡിസംബർ 13-ന് പുതുക്കി അവതരിപ്പിച്ച് ഡിസംബർ 25-നാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത്. ഈ പുതിയ നിയമത്തിനെതിരെ പ്രതികരണങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഉയരുന്നു. കുറ്റവാളികളെ കേന്ദ്രീകരിച്ചുള്ളതിന് പകരം സമൂഹത്തെ കേന്ദ്രീകരിച്ചുള്ള നിയമവ്യവസ്ഥകളാണ് രാജ്യത്തിൽ നടപ്പിൽ വരുന്നത്. കാലത്തിൻ്റെ മാറ്റം കണക്കിലെടുത്ത് പുതിയ ശിക്ഷകൾ എഴുതി ചേർത്തിട്ടുണ്ട്. മൊബൈൽ പിടിച്ചു പറിക്കുന്നതും വാഹനം പിടിച്ച് നിർത്താതെ പോകുന്നതുമായി അതും കുറ്റമായി മാറും. പോലീസ് കസ്റ്റഡി 15 ദിവസം എന്നത് 90 ദിവസമാകും. മാറ്റങ്ങൾ ജനങ്ങളെ കാര്യമായും ബാധിക്കും. പോലീസ് സേനയിലും ദൈനംദിന കാര്യങ്ങളിലും സൂക്ഷ്മതയും കൂടുതൽ ശ്രദ്ധയും വേണ്ടിവരും. CPMനെതിരെ ആരോപണങ്ങൾ രൂക്ഷമാകുന്നു. നേതാക്കൾ പ്രതിക്കൂട്ടിലാകുന്ന അവസ്ഥ. മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണത്തിലെ മുതലാളി ആരെന്ന് വെളിപ്പെടുത്താൻ സമ്മർദ്ദം. മുഖ്യമന്ത്രിക്കും മന്ത്രി മുഹമ്മദ് റിയാസിനും എതിരായി ജില്ലാ നേതാവ് ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ CPMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ തർക്കം രൂക്ഷമാകുന്നു. മുഖ്യമന്ത്രിക്ക് തലസ്ഥാനത്തെ ഒരു മുതലാളിയുമായി ബന്ധമുണ്ടെന്ന ആരോപണം നടത്തിയ ആൾക്ക് മുതലാളി ആരാണെന്ന് പറയാൻ ബാധ്യസ്ഥനാണെന്ന് കാണിച്ച് M സ്വരാജ് രംഗത്ത് വന്നതോടെ സംഭവം വലിയ വിവാദമാകുന്നു. സംസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്ന് ജില്ലാ കമ്മിറ്റി അംഗമായ കരമന ഹരിയായിരുന്നു ആരോപണം ഉന്നയിച്ചത്. ജില്ലാ കമ്മിറ്റി ഹരിയോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറുപടി കൊടുത്തിട്ടില്ല. മനു തോമസ് വെളിപ്പെടുത്തിയ ഗുരുതരമായ വിഷയവും വിവാദമായി അന്വേഷണത്തിന് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. ദിവസത്തിന് ദിവസം ആരോപണങ്ങളുടെ ശരങ്ങളാണ് CPMനെതിരെ ഉയരുന്നത്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരനെതിരെയും ഇത്തരം 4 ഘട്ടമായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുടെ പേരിലും ആരോപണങ്ങൾ ഉണ്ടാകുന്നത് ആദ്യ സംഭവമൊന്നും അല്ല എന്ന് ജനങ്ങളും വിലയിരുത്തുന്നു.
മീറ്റിങ്ങുകൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ രക്ഷാ കവചമായി മാറുന്നു. ഒറ്റയ്ക്കാണ് ഇരിക്കുന്നതെങ്കിലും ഓൺലൈൻ മീറ്റിങ്ങിൽ ജനങ്ങളുടെ അത്യാവശ്യമായ വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ ഓഫീസുകളിൽ എത്തിയാൽ ഓഫീസർമാർ മീറ്റിങ്ങിലാണ് എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്ന നിലപാട് എല്ലാ വകുപ്പിൻ്റെ ഓഫീസുകളിലും ജനങ്ങൾ അനുഭവിക്കുന്നത് ഇതുതന്നെയാണെന്ന് പൊതുജനങ്ങൾ വ്യാപകമായി ആരോപിക്കുന്നു. ഈ നിലപാട് വില്ലേജ് ഓഫീസുകൾ അടക്കം മറ്റെല്ലാ വകുപ്പിൻ്റെ ഓഫീസുകളിലും ഇതുതന്നെയാണ് അവസ്ഥ. മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ഓഫീസുകളിലും ഇതേ ദുരവസ്ഥയാണ് ഉള്ളതെന്ന് ജനങ്ങൾ പറയുന്നു. ഓഫീസർമാർ ക്യാബിനിൽ ഒറ്റയ്ക്കാണ് കാണുന്നതെന്നും എങ്കിലും വരുന്നവരോട് ജീവനക്കാർ പറയുന്നത് സാർ ഓൺലൈൻ മീറ്റിങ്ങിലാണെന്ന് പറയുന്നു. ഓഫീസറുടെ ഫോണിൽ വേണ്ടപ്പെട്ടവരോ വീട്ടുകാരോ ആയിരിക്കും. അതാണ് ഓൺലൈൻ മീറ്റിംഗ്. അക്ഷയയുടെ പ്രവർത്തനം തുടങ്ങിയതോടെ മിക്ക ഓഫീസുകളിലും ജോലി ഭാരങ്ങൾ കുറവായിട്ടും RTO ഓഫീസുകളിൽ കാര്യവുമായി അക്ഷയയിൽ പോയാൽ ഒരു ദിവസത്തെ പണിയാകും. അതേസമയം ഓഫീസിലുള്ള മിക്ക ഉദ്യോഗസ്ഥരും വഴിവിട്ട് ലഭിക്കുന്ന സന്തോഷ ധനവരുമാനവുമായുള്ള സജീവ ജോലിയിലായിരിക്കുമെന്നാണ് ജനങ്ങൾ പരാതിപ്പെടുന്നത്. സംഘടനകളുടെ പിൻബലം മാത്രമാണ് ഇവരെ പിന്തുണയ്ക്കുന്നത്. അവരുടെ മുന്നിൽ സർക്കാർ തന്നെ മുട്ടുമടക്കുകയാണെന്നാണ് ജനങ്ങൾ ആരോപിച്ചു വരുന്നത്. രാഷ്ട്രീയ സംഘടനാ നേതാക്കൾക്ക് മുന്നിൽ എല്ലാ വകുപ്പ് മന്ത്രിമാരും മുട്ടുമടക്കുന്നു. മന്ത്രിമാർക്ക് അതാത് വകുപ്പുമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യവും ചെയ്യാൻ കഴിയുന്നില്ല. ഇതുമൂലം പല സീനിയർ IASകാരും വാലും ചുരുട്ടി അടങ്ങി ഇരിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. ഗതാഗത വകുപ്പിലും KSEBയിലും ഇതുതന്നെയാണ് കാണാൻ കഴിയുന്നത്. അശോകൻ IAS ആയാലും ബിജു പ്രഭാകർ അടക്കം എല്ലാവർക്കും അതുതന്നെയാണ് അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് അഴിമതി മുക്ത കേരളം, ജനങ്ങളുടെ ആക്ഷേപങ്ങൾക്ക് ഉടനെ തീർപ്പ് കൽപ്പിക്കുമെന്നാണ്. പക്ഷേ എന്താണ് നടക്കുന്നതെന്ന് കൈക്കൂലിയുടെ കൂത്തരങ്ങളാണ് എല്ലാ വകുപ്പിലും നടക്കുന്നത്. എക്സൈസ്, ഗതാഗതം, പഞ്ചായത്ത്, റവന്യൂ തുടങ്ങിയ വകുപ്പുകൾ അടക്കം മുഖ്യമന്ത്രിയുടെ PRDയിലടക്കം അഴിമതിയും കൈക്കൂലിയും അരങ്ങ് തകർക്കുകയാണെന്നും വിജിലൻസ് റെയ്ഡുമായി വാർത്തകൾ വരുന്നത് ജനങ്ങൾക്ക് ഇതുമായി മനസ്സിലാക്കാൻ കഴിയുന്നു. RTO ഓഫീസിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥ കൈക്കൂലി വാങ്ങാൻ വിസമ്മതിച്ചതിനാൽ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടും ഈ കേരള ജനത കാണുകയാണ്. മുഖ്യമന്ത്രി 5 ശാസനം നടത്തിയിട്ടും ഫയലുകൾ ചുവപ്പുനാടയിൽ കുടുങ്ങിയിരിക്കുകയാണ്. സംഘടനാ ശക്തിക്ക് മുന്നിൽ KSRTCയുടെ അവസ്ഥ ഈ രീതിയിൽ വർഷങ്ങളായി തുടരുന്നു. ഏതു സർക്കാർ അധികാരത്തിൽ വന്നാലും ഒന്നും നടക്കില്ല. ഈ ഭരണം വന്നതിനാൽ സമരങ്ങൾ മാത്രം കാണുന്നില്ല എന്നാണ് ജനങ്ങളുടെ ആശ്വാസം. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഉദ്യോഗസ്ഥരുടെ സമരം തുടങ്ങാനിരിക്കുന്നത്.